വിജിൻ എങ്ങനെയാണ് ദേവനന്ദു മരിച്ചത് എന്നത് സംബന്ധിച്ച് ദുരൂഹത അനുദിനം അല്ലെങ്കിൽ അനുനിമിഷം വർദ്ധിക്കുകയാണ്. കാരണം നാട്ടുകാർ പലരും പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നമ്മളോട് തന്നെ തത്സമയം പ്രതികരിച്ചവർ പറയുന്ന കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. പിന്നീട് ഇപ്പോൾ ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാകുന്ന വിവരവും അതുതന്നെയാണ്. കാരണം 3 പേരെയും, കുട്ടിയുടെ അമ്മാവനെയും അച്ഛനെയും അമ്മയും ഒക്കെ ഒരുമിച്ചിരുത്തിയും വെവ്വേറെയും ഒക്കെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കണം. കാരണം അവരുടെയൊക്കെ മൊഴികളിൽ വ്യത്യസ്തമായ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലമാണുള്ളത്. വിജിൻ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന പരിശോധനകൾ? അജിംഷാദ്, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പോലീസ് നാട്ടുകാരെയും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരെയും മറ്റുള്ളവരെയും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും അല്പസമയത്തിനകം. പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസിൽ നിന്നും ഒപ്പം തന്നെ നാട്ടുകാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം നിലവിൽ ഇവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഇവരുടെ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്ത് ഇങ്ങോട്ട് വരുന്നത് എപ്പോഴും വരാറില്ലായിരുന്നു, ഇടയ്ക്ക് മാത്രമേ വരാറുള്ളൂ. ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കായിട്ടാണ് ഇന്നലെ അയാൾ എത്തിയത്. ഇന്നായിരുന്നു മരണാനന്തര ചടങ്ങുകൾ നടക്കേണ്ടത്. എന്തായാലും പലതരത്തിലുള്ള ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. കുട്ടിയെ ആര് കിണറ്റിലിട്ടു, അല്ലെങ്കിൽ കൊന്നതിന് ശേഷമാണോ കിണറ്റിലേക്ക് ഇട്ടത് എന്ന കാര്യത്തിലൊക്കെ ഇനി സ്ഥിരീകരണവും വ്യക്തതയും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, നാട്ടുകാർ ഒക്കെ ഇവിടെ കൂടി നിന്നുണ്ട്. ഇങ്ങനെയൊരു വാർത്ത അറിഞ്ഞതിൻ്റെ ഷോക്കിലാണ് ഇവരൊക്കെ ഉള്ളത്. അമ്മ അറിയാമായിരുന്നു നേരത്തെ? ഇപ്പം ഇങ്ങോട്ട് വന്നതാ വിവരം അറിഞ്ഞിട്ടില്ല. അപ്പം ഇവരൊക്കെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് എത്തിയവരാണ്. വീടിൻ്റെ അടുത്തുള്ളവർ നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് പല ആളുകളും ഇങ്ങോട്ട് എത്താറുണ്ടായിരുന്നു. ഇവിടെ ഇവരുടെ വീട്ടിലായിരുന്നു തൊഴിലുറപ്പിൻ്റെ പണി. അങ്ങനെ അവിടെ പോയതാണ്. പോകാൻ സമയത്താണ് നമ്മൾ അറിഞ്ഞത്. കുട്ടിയെ കണ്ടിരുന്നോ മുമ്പൊക്കെ വന്നപ്പോഴെങ്ങാനും? അപ്പനാര് മരിച്ചപ്പോൾ വന്നപ്പോൾ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊക്കെ? ഒന്നും അറിഞ്ഞൂടാ. കുട്ടി നന്നായിട്ട് കളിക്കുകയൊക്കെ ചെയ്തു? നല്ല കളിച്ചുകൊണ്ടൊക്കെ നല്ല കൊച്ചായിരുന്നതാണ്. സംസാരിക്കുമായിരുന്നു. എന്തായാലും ഇവരൊക്കെ ഈ വിവരം അറിഞ്ഞിങ്ങോട്ട് വന്നതാണ്. ശ്രീധുവിൻ്റെ അച്ഛൻ്റെ മരണ ചടങ്ങുകൾക്ക് ഒക്കെയായി ഇവരൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും ദേവേന്ദു വളരെ സ്മാർട്ടായ കുട്ടിയായിരുന്നു തന്നെയാണ് തൊട്ടടുത്ത ഷെഡിൽ. വിജിൻ, തുടർന്നോളൂ. അജിംഷാദ്, ഈ തൊട്ടടുത്ത ഷെഡിലായി ഒരു 3 കയറുകൾ ഒക്കെ കെട്ടിയിട്ട നിലയിൽ കാണപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന ദുരൂഹത പൂർണ്ണമായും നീക്കാൻ അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു സ്ഥിരീകരണത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എന്തായാലും അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ സഹോദരനും ഈ കുട്ടിയുടെ അച്ഛനും ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. അവർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസ് ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കും. നമുക്ക് ഈ വഴികളൊക്കെ കാണാം. ഇങ്ങനെ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെ ആണ് ഇവരുടെ വീട്ടിലേക്ക് എത്തേണ്ടത്. 3 വർഷത്തോളമായി ഇവരിവിടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതിന് തൊട്ടടുത്ത ആളുകളൊക്കെയായി നന്നായി ഇടപഴകുന്ന ആളുകൾ തന്നെയായിരുന്നു ഈ കുടുംബം എന്ന് പറയുന്നത്. അവരൊക്കെ ആ കാര്യം നേരത്തെ നമ്മളോട് വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അവർക്കൊക്കെ ഇവരെ പരിചയവുമുണ്ട്.